തിരുവനന്തപുരത്ത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ 56 ദിവസത്തെ മുറജപം കഴിഞ്ഞിട്ടുള്ള ലക്ഷദ്വീപം ഇന്നലെയായിരുന്നു. ഞങ്ങൾ ഇന്നലെ അവിടെ പോയി ലക്ഷദ്വീപമൊക്കെ കണ്ടു. പക്ഷേ അതിൻ്റെ ലൈവ് ഇടണമെന്നൊക്കെ എനിക്ക് വീഡിയോ ഇടണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എനിക്കൊന്നും സാധിച്ചില്ല. കാരണം അവിടുത്തെ തിരക്ക് നിങ്ങൾക്ക് തന്നെ കാണാനൊക്കെ അല്ലേ അവിടുത്തെ തിരക്ക്. അതുപോലെ അത് സൗണ്ട് പോലും കളയാതാണ് ഇത് റെക്കോർഡ് ചെയ്തിട്ട് വന്നേക്ക് നിങ്ങളുടെ മുമ്പ് ഷെയർ ചെയ്യുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഇത് കണ്ടിട്ടില്ലാത്തവർക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ലൈറ്റ് ഒക്കെ തെളിയിക്കുന്നതിന് മുമ്പ് തന്നെ എന്തുകൊണ്ട് ആ തെളിയിക്കുന്നതിന് മുമ്പുള്ള ഗോപുരവും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത തിരക്കാണ് ഇന്നിവിടെ. ഞങ്ങൾക്ക് ഇതിൻ്റെ 4 വശവും ലൈറ്റ് കൊളുത്തുന്നുണ്ട്, വിളക്കെ കൊളുത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എങ്ങും പോയി കാണാൻ പറ്റില്ല. എന്തെന്നറിയോ, ഇവിടെ അതുപോലെ തിരക്ക്. ഈ തിരക്കിനകത്തോട്ട് കയറി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റിയില്ല. വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇറങ്ങാൻ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഫ്രണ്ടിലത്തെ മാത്രം വിളക്കേ എടുക്കാൻ പറ്റുള്ളൂ. വിളക്ക് കാണിക്കുന്ന മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. വിളക്കേൻ്റെ ദൂരെ നിന്നൊക്കെ എടുത്തിട്ട് ലാസ്റ്റാണ് അകത്ത് കയറി കാണാൻ പറ്റിയത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞങ്ങൾ അകത്ത് കയറുന്നത് കണ്ടു. അകത്ത് കയറുന്നത് കണ്ടാൽ കുഴപ്പമെന്ന് വെച്ചാൽ നമുക്ക് ഇതെല്ലാം കാണാൻ നല്ല ഭംഗിയായിട്ട് അകത്തെ കാഴ്ചകൾ, പുറമേ ഉള്ള ഒന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല. അവിടെ അകത്തുള്ള സ്ക്രീനിലേക്കുള്ള കാഴ്ചയൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം അകത്ത് പോയി കണ്ടുകൊണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ വെളിയിൽ നിന്ന് കാണാമെന്ന് വെച്ചാൽ വെളിയിൽ പോയി നിന്നാണ് കണ്ടത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പാസ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ അവിടെ പോയി പാസ് എടുക്കുകയാണ് ചെയ്തത്. ഇപ്രാവശ്യം ഇതെല്ലാം ഓൺലൈൻ വഴി സുരക്ഷാ ക്രമീകരണങ്ങൾ ഒത്തിരി ഉള്ളതുകൊണ്ട് ബാർകോഡുള്ള പാസ് ഓൺലൈൻ വഴിയാണ് കൊടുക്കുന്നത് പറഞ്ഞ് ഞങ്ങൾ പക്ഷേ എടുക്കാനായിട്ട് തയ്യാറായില്ലത്. നമ്മുടെ മുറജപത്തിനെക്കുറിച്ച് പറഞ്ഞാൽ 1744 ഈ മുറജപം എന്ന് പറയുന്ന ആചാരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തുടങ്ങുന്നത്. ഇപ്പോൾ ഇത് 46ാമത്തെ ലക്ഷദ്വീപാണ് ഇവിടെ നടന്നത്. ഇന്നലെ തന്നെ എനിക്ക് ഇതിൻ്റെ എല്ലാം വീഡിയോസ് പോസ്റ്റ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഈ ഞങ്ങൾ 8:30 മണിക്ക് അവിടുന്ന് തിരക്കിനകത്ത് എങ്ങനെയെങ്കിലും വെളിയിൽ ഇറങ്ങിയെങ്കിലും തിരിച്ചൊന്ന് ബസ് കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ വണ്ടിയെ പോയാൽ അവിടുന്ന് വണ്ടി എടുത്തുകൊണ്ട് പോരാൻ പാടാന്ന് വെച്ചാൽ ബസ്സിനകത്താണ് പോയത്. എന്നിട്ട് തന്നെ ബസ് കിട്ടാൻ ഒത്തിരി ലേറ്റായി. അതുകൊണ്ട് ഒത്തിരി ലേറ്റായിട്ടാണ് വീട്ടിൽ വന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അന്നേരം അത് എനിക്കൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്നത് ഞാൻ പെതുക്കെ ഇരുന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് വെച്ചു. അമ്പലത്തിനകത്ത് നടക്കുന്ന അകത്തെന്ന് പറഞ്ഞാൽ വടക്കേ ഗോപുരം നടക്കട VIPsനെ കയറ്റി വിടുന്നത്. അല്ലാതുള്ളവരെ കിഴക്കേ നടക്കണം കിഴക്കേ നടക്കണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പടിഞ്ഞാറ് നടക്കട കയറിയത്. 25,000-ഓളം മൺചിരാതുകളാണ് അകത്ത് കത്തിക്കെന്ന് പറയുന്നത്. അതുപോലെ തന്നെ വെളിയിലും 4 ഭാഗത്തോട്ട് വിളക്കുകൾ ഒരുപാട് കത്തിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നല്ല ലൈറ്റിങ്ങും വൈദ്യുത അലങ്കാരങ്ങളും അവിടെ ഉണ്ട്. ഇതൊക്കെ ശരിക്കും ഗോപുരത്തിൽ ലൈറ്റൊക്കെ നേരി കാണാൻ നമ്മൾ വെളിയിൽ നിന്നാലും ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തെല്ലാം ഷെയർ ചെയ്യാനൊക്കത്തുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഈ കറങ്ങുന്ന ലൈറ്റ്, പല കളറിലെ ലൈറ്റുകളും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഒത്തിരി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അതൊന്നും കണ്ടില്ല. പാസ് ഇല്ലാത്തവർക്ക് അകത്ത് കയറാൻ സംവിധാനം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആ സംവിധാനം എന്താണെന്ന് വെച്ചാൽ, ഇത് വലിയ തിരക്ക് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ സൈഡിൽ കൂടെ റോഡിൽ തന്നെ ഒരു സൈഡിൽ കൂടെ അകത്ത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് വരെ പോയിട്ട്, അകത്തോട്ട് കയറാൻ പറ്റില്ല, ഫ്രണ്ട് വരെ പോയിട്ട് അകത്ത് കത്തിച്ചേക്കുന്ന വിളക്കുകളെല്ലാം കാണാനുള്ള അവസരമുണ്ട്. അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അതിൻ്റെ എല്ലാം വീഡിയോസ് ഞാൻ കുറച്ച് എടുത്തുകൊണ്ട് പോന്നിട്ടുണ്ട്. കണ്ടില്ല, എല്ലാവരുടെയും കയ്യിൽ ക്യാമറയും സെൽഫി സ്റ്റിക്കും എല്ലായിട്ടാണെങ്കിലും വന്നേക്കുന്നത്. പിന്നെ അങ്ങനെ നമ്മൾ ഇതിൻ്റെയൊക്കെ ഫോട്ടോ ഇത്രയും കാര്യമായിട്ട് എടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ തന്നെ ലേസർ ഷോ നടക്കുന്നുണ്ട്. അതിനിപ്പുറത്തെ ലൈറ്റിൻ്റെ ഷോയെ അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അതിന് കോപ്പിറൈറ്റ് ഒന്നും വന്നില്ലെങ്കിൽ അത് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാം. അതിൻ്റെ കോപ്പിറൈറ്റ് ഉണ്ടാകുന്നത് അതിൻ്റെ ഒറിജിനൽ മ്യൂസിക് ഒന്നും ഇടാനൊക്കത്തില്ല. മ്യൂസിക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരും. നമ്മൾ അല്ലാതെ മ്യൂസിക് കൊടുത്തിടാനേ ഒക്കത്തുള്ളൂ. അത് കോപ്പിറൈറ്റ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് കാണുമ്പോൾ അറിയാമല്ലോ കോപ്പിറൈറ്റ് വരുമെന്നുള്ള കാര്യം. അങ്ങനെ വന്നില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ ഭാഗം നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാം.
ഇത് തിരുവനന്തപുരത്ത് നിന്ന് മാത്രമുള്ള ആൾക്കാരൊന്നും അല്ല, കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും അല്ല, വടക്കേ ഇന്ത്യക്കാരും സഹിതം ആൾക്കാരവിടെ ഉണ്ടായിരുന്നു. നോർത്ത് ഇന്ത്യൻസൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു അവിടെ. തമിഴ്നാട്ടിൽ നിന്നുള്ളവരെ നോർത്ത് ഇന്ത്യൻസൊക്കെ ഒരുപാടുണ്ടായിരുന്നു അവിടെ. എന്തായാലും അകത്തു നിന്നും പുറത്തു നിന്നും ഇതിൻ്റെ കാഴ്ചകളാണ്. 2 പ്രാവശ്യമായിട്ട് ഒരു ഭാഗ്യം കിട്ടി. ലക്ഷദ്വീപും മൊറജപം കഴിഞ്ഞ വർഷം മൊറജപം അകത്ത് കണ്ടു, പ്രാവശ്യം വെളിയിൽ നിന്ന് ജലജപം കണ്ടു. കഴിഞ്ഞ പ്രാവശ്യം അകത്തെ ലക്ഷദ്വീപത്തിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടു. ഇപ്രാവശ്യം അതിൻ്റെ വെളിയിൽ നിന്നുള്ള കാഴ്ചകൾ കണ്ടു. പിന്നെ ഇതുപോലെ ഇവിടെ ഫ്രണ്ട് മുതൽ അങ്ങേ അറ്റം വരെ വിളക്കുകൾ ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്തിൽ ഈ ഇതിലൂടെ അകത്ത് കയറ്റി കാണിക്കുവാണ് ഈ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്നത്. അതിൻ്റെ അകത്ത് കയറിയാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ വിളക്ക് ചില വിളക്കുകളൊക്കെ പെട്ടെന്ന് അണഞ്ഞു പോകുന്നത് എണ്ണ തീരുന്നതൊക്കെ ഉണ്ട്. എണ്ണ ഒഴിക്കാനും അങ്ങനെയുള്ള അണഞ്ഞു പോകുന്ന തിരികൾ വീണ്ടും കത്തിക്കാനും ഒക്കെ ഉള്ളൊരു നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഭാഗ്യം ഞങ്ങൾക്കും കിട്ടി. അണഞ്ഞു പോയ 1-2 ദീപം കത്തിക്കാനുള്ള ഭാഗ്യം, തിരി കത്തിക്കാനുള്ള ദീപം അല്ല തിരി കത്തിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്കും കിട്ടി. ഇത്രയും തിരക്കിനിടയ്ക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ആൾക്കാർക്ക്, വലിയതായിട്ടുള്ള പ്രയാസങ്ങളൊന്നും ഇല്ലാതെ ആൾക്കാർക്ക്, ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ ആൾക്കാർക്ക് രക്ഷപ്പെട്ട് പോരാൻ മുക്കെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് ശ്രീപത്മനാഭൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. അത്രയ്ക്ക് നല്ല തിരക്കായിരുന്നു അവിടെ. ഞങ്ങൾ ഇങ്ങനെ കയറിയ അമ്പലത്തിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ വരെ പോയി. ഇവിടെ അതിൽ വിളക്ക് തണ്ടി വെച്ചേക്കുന്ന വിളക്കുകളിന് പ്രത്യേകത ഉണ്ട്. ചില വിളക്കുകൾ വെറുതെ നിലത്ത് ഇങ്ങനെ വെച്ച് പൂവിട്ട് അതായത് വെച്ചേക്കാണ്. പിന്നെ ചിലയിടത്ത് കളം വരച്ച് അതിൽ വിളക്ക് കൊളുത്തിയിട്ടുണ്ട്, വിളക്ക് വെച്ച് അത് കൊളുത്തിയിട്ടുണ്ട്. ഫ്രണ്ടിലോട്ട് വരുമ്പോൾ ബാക്കിലൊക്കെ ഇരിക്കുന്ന വെറുതെ പൂവിട്ട് അതിലാണ് വിളക്ക് വെച്ചേക്കുന്നത്. ഫ്രണ്ടിലേക്ക് വരുമ്പം കളം വരച്ച് അതിലാണ് ഈ വിളക്ക് വെച്ചിരിക്കുന്നത്. ഇവിടെയാണ് ഞങ്ങൾക്ക് 2 വിളക്ക് കൊളുത്താനുള്ള ഭാഗ്യം കിട്ടിയെന്ന് പറഞ്ഞ ഇവിടാണ്. അത് തിരി അണഞ്ഞു പോയത് കത്തിക്കാനും അതുപോലെ എണ്ണ തീർന്നതിനകത്ത് എണ്ണ ഒഴിക്കാൻ ഞങ്ങൾക്ക് പറ്റിയാലും ഇതുപോലെ തിരി കത്തിക്കാനുള്ള ഭാഗ്യം കിട്ടി. ഇതിനകത്ത് നമുക്ക് അമ്പലത്തിൽ ഫ്രണ്ടിൽ പോയി നിന്ന് സെൽഫി എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെയുള്ള അവസരമുണ്ട്. ഇത് ദീപം തെളിയിച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ കയറുന്ന കൂട്ടത്തിൽ നമുക്ക് വേണമെന്നൊക്കെ ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും ഒക്കെയുള്ള അവസരം അവർ തരുന്നുണ്ട്.
ഇതുണ്ട്, സ്റ്റെപ്പയിലൊക്കെ വിളക്ക് കൊളുത്തി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗി അതൊക്കെ പോയി അവിടെ നിന്നിട്ട്. ഇത് വളരെ അപൂർവമായ കാഴ്ചയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അത് നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമെങ്കിൽ അവർക്ക് ഇത് കാണാനൊക്കെ, ഇത് കാണുന്നവരൊക്കെ ഷെയർ ചെയ്ത് വിടാമെങ്കിൽ അവർക്കൊക്കെ ഇത് കാണാനുള്ള ഭാഗ്യം കിട്ടും. ഇതുപോലൊക്കെയുള്ള കാഴ്ചകൾ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ നിങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വെക്കാം. നിങ്ങളിൽ പലർക്കും ഇത് കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ കണ്ടോട്ടെന്ന് വെച്ചാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇനി ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ പോയി ഇതുപോലത്തെയൊക്കെയുള്ള കാഴ്ചകൾ കാണുമ്പം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. തൽക്കാലം നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇനി അടുത്തൊരു വീഡിയോ കണ്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.